നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനോജനാർദ്ദനൻ മൂക്കുതല. ഇന്നൊരു കിടിലൻ മീൻകറിയുടെ റെസിപ്പിയാണ്. ഒരു അയിലക്കറി, പച്ച തേങ്ങ അരച്ചിട്ടുള്ള ഒരു അയിലക്കറിയാണത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ കിടിലൻ അയിലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. അരക്കിലോ അയില ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചൊരു പഴക്കമുള്ള മീനാണെന്ന് തോന്നുന്നു, എങ്കിലും കുഴപ്പമില്ല. കറി വെക്കാനായിട്ട് പാത്രം വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിച്ചു. പിന്നെ കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞതും 2 പച്ചമുളക് നടുകെ പിളർന്നതും ഇതിലേക്ക് ഇട്ടിട്ടൊരു 15-20 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഒരു മീഡിയം സവോള സ്ലൈസായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് കളർ മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഗോൾഡൻ ബ്രൗൺ ആവുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ അത് നമുക്കിവിടെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഫിഷ് മസാല. ഇത്രയും ചേർത്തിട്ട് 15-20 സെക്കൻഡ് നേരം ഒന്നുകൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. മസാലപ്പൊടികൾ കരിയാതിരിക്കാനായിട്ട് ഞാനൊരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വീണ്ടും നമുക്ക് വഴറ്റിയിട്ട് നല്ല രീതിയിൽ ഇതിലൊരു കളർ വരുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം നല്ല രീതിയിലൊരു കളർ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി, വലിയ തക്കാളിയാണ് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞ് ചേരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഒരു 1-2 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയാൽ നമ്മുടെ തക്കാളിയെല്ലാം ഇവിടെ നല്ല രീതിയിൽ വഴന്ന് കാണും. പിന്നെ എണ്ണയും തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ മസാലയെല്ലാം മൂത്ത് വന്നതിൻ്റെ ഒരു ലക്ഷണമാണത്. വീണ്ടും നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ്, ആവശ്യമുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. ഗ്രേവിക്ക് ആവശ്യമുള്ള കുറച്ചുകൂടി വെള്ളം, ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഉപ്പ് പുളിയെല്ലാം പാകമാണോ എന്ന് ഈ സമയത്ത് വേണമെങ്കിലൊന്ന് നോക്കാം. നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അയില ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇനി ഇതിലേക്ക് ഒരു 1/4 മുറി നാളികേരം അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് തിക്നെസ് വേണ്ടാത്തവർക്ക് ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തുറന്നു നോക്കിയാൽ നമ്മുടെ രുചികരമായിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് വറവ് ചേർക്കാനുണ്ട്. അപ്പോൾ കറി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ടൊരു ചെറിയ പാൻ വെച്ചിട്ട് അതിലേക്ക് 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ ഒരു 10 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ സുന്ദരമായിട്ടുള്ള അയലക്കറി ഇവിടെ റെഡി.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി പോകാനും മറക്കരുത് കേട്ടോ. വീണ്ടും ഇതുപോലുള്ള മനോഹരമായ വീഡിയോകളുമായി ഞാൻ വരും. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല. ബായ്.